സംവിധായകൻ രാജസേനൻ കൂടി ചേരുകയാണ്. സ്വാഗതം ശ്രീ രാജസേനൻ. നമുക്കറിയാം, ഇപ്പോൾ ഈ സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേസാണ് കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. ലഹരി കേസിൻ്റെ അന്വേഷണം സിനിമാ താരങ്ങളിലേക്ക് നീളുകയാണല്ലോ. ഓംപ്രകാശിനെതിരായ ലഹരി കേസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരും വന്നിരിക്കുന്നു. ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ എന്നിവർ ഓംപ്രകാശിൻ്റെ മുറിയിലെത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിയുടെ മുമ്പിൽ വരുന്നത്. ഈ ചലച്ചിത്ര മേഖലയിലെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉയർന്നു വന്ന ആക്ഷേപമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുവെന്ന് പറയാൻ കഴിയുമോ? ഈ ലഹരി ഉപയോഗം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ഇത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയല്ലേ ശ്രീ രാജസേനൻ? ശരി, അതുപോലെയുള്ള കാര്യങ്ങളായാലും ശരി, അത് ഉപയോഗിക്കുന്നത് സിനിമാക്കാരെന്നല്ല, ഇപ്പൊ ആരായാലും അത് വളരെ നെഗറ്റീവാണ്, അപകടകരമാണ്, ഒരു ദുരന്തമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ദുരന്തമാണ്. കാരണം ഈ ഞരമ്പുകളെ എന്താ പറയുക, പ്രവർത്തനരഹിതമാക്കുന്ന പോലെയുള്ള ലഹരി മരുന്നുകളാണ് മാർക്കറ്റിൽ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോ അത്തരം കാര്യങ്ങൾ കലാകാരന്മാരല്ല ആരായാലും ഉപയോഗിക്കാൻ പാടില്ല. അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതെല്ലാം ഈ കലാകാരന്റെ ബുദ്ധിയെയും ശരീരത്തിനെയും രൂപത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ കുട്ടികൾ, സ്റ്റുഡൻസ്, അതും നമ്മൾ വാർത്തകളിൽ കൂടി കേൾക്കുന്നതാണ്. വളരെയധികം നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും കുറച്ച് പെൺകുട്ടികളും ഒക്കെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് ഇങ്ങനെ പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമാക്കാരുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നതെങ്കിൽ അങ്ങനെ അല്ല. ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് സമൂഹത്തിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് തുടച്ചു മാറ്റുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നിയന്ത്രിക്കുന്നതിന് ഇത്തരത്തിൽ ഈ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംവിധായകരെ പോലെയുള്ള ആളുകൾ, പ്രമുഖ നിർമ്മാതാക്കൾ അടക്കമുള്ള ആളുകൾ വിചാരിച്ചാൽ ഇത് കൃത്യമായി നമുക്ക് തടയാൻ കഴിയുന്നതല്ലേ ശ്രീ രാജസേനൻ? അല്ല, ഇത്തരം കാര്യങ്ങളൊന്നും ലൊക്കേഷനിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർശന നിയമം നിർമ്മാതാവിനും സംവിധായകനും എടുക്കാവുന്നതാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. കാരണം നേരത്തെയൊക്കെ ചില ആർട്ടിസ്റ്റുകൾ സിനിമ, അതായത് ക്യാമറയുടെ മുമ്പിൽ വന്ന സമയത്ത് മദ്യത്തിന്റെ മണം അടിച്ചപ്പോൾ പോലും മാറ്റി നിർത്തിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വരെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ചുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലഘട്ടം സിനിമയിലുണ്ട്. സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സിനിമാ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം സൗഹൃദപരമായി മാറിയപ്പോൾ ഈ പലരും ചേർന്നൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവാം. അതും ഒരു പ്രശ്നമാണ്. അതും ഒരു പ്രശ്നമാണ്. കൂട്ടായ ഒരു ഉപയോഗ ക്രമം രീതി ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആരെ നിയന്ത്രിക്കും? പ്രൊഡ്യൂസറും ഇത് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മയക്കുമരുന്ന് കഴിക്കുന്നുണ്ട്, സംവിധായകനും കഴിക്കുന്നുണ്ട്, ആർട്ടിസ്റ്റും കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആരെ നിയന്ത്രിക്കും? അവിടെയാണ് പ്രശ്നം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംവിധായകൻ രാജസേനൻ സൂചിപ്പിക്കുന്നത്.